അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാലിഷ്ക, ഇപ്പോൾ പുതിയ ചില വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ ഈ സംസാരം സത്യത്തിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ അക്കീദപരമായ വിഷയങ്ങളിലുള്ള ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സത്യത്തിൽ ഇത് പല ആളുകളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്, അലോസരപ്പെടുത്തും. അതെ. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഇല്ലാത്ത വാദങ്ങൾ കെട്ടി ചമച്ച് അതിനെ ഖണ്ഡിക്കുക, എന്നിട്ട് അങ്ങനത്തോനെ ഇങ്ങനത്തോനെന്ന് പറയുക, എന്നിട്ട് അങ്ങനെ അവതരിപ്പിക്കുക. അതൊക്കെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഉടലെടുത്തിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, സിഹറിന് ഹക്കീക്കത്ത് ഉണ്ടെന്ന് കേനമ്മും അതുപോലെ തന്നെ അഹ്ലുസുന്ന ഒക്കെ വിശ്വസിച്ച് പോരുന്ന നമ്മളും അതങ്ങനെ തന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പുതിയ ഒരു സംസാരം ഇങ്ങനെ തുറന്നു വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇസ്ലാം പാഠശാല അതിനെ എതിരെ പറഞ്ഞു, സിഹറിൻ്റെ ഹക്കീക്കത്തിനെ നിഷേധിച്ചു എന്ന രൂപത്തിലാണ് ഇപ്പോൾ സംസാരങ്ങൾ കടന്നു വരുന്നത്. ഒരു അതായത് നമ്മളൊന്നും വിചാരിക്കാത്ത തരത്തിലേക്ക് നമ്മളെ തന്നെ ഒരു ആരോപണ വിധേയനാക്കി ഇങ്ങനെ നിർത്തിയിട്ട് എന്നിട്ട് വിമർശിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണുന്നത്. എന്താണ് അതായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാം പാഠശാലയുടെയും നമ്മുടെയും ഒക്കെ ഒരു ഇതുമായി ബന്ധപ്പെട്ട നിലപാട് നിങ്ങളൊന്ന് തുറന്നു പറഞ്ഞാൽ ആളുകൾക്ക് അത് ഗുണപ്രദമാകും എന്ന് തോന്നുന്നു. അതായത് നമ്മൾ സിഹറിൻ്റെ ഹക്കീക്കത്ത് നിഷേധിക്കണമല്ലോ, അതിൻ്റെ തഫ്സീർ ചോദ്യം ചെയ്യുന്നവരോ ഒന്നല്ലെന്ന് അവർക്കറിയാം. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജിന്നിൽ നിന്ന് ഒരു സഹായം തേടിയിട്ട് മനുഷ്യന് ജിന്നിനെ സഹായിക്കുന്ന ഒരു സിസ്റ്റം ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിലില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ നേരെ ചോദ്യം ചെയ്യാൻ പറ്റാതാകുമ്പോൾ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ സിഹറിനെ നിഷേധിക്കേണ്ടി വരില്ലേ, അതുപോലെ തന്നെ ജിന്നുബാധനെ നിഷേധിക്കേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ വരില്ലേ എന്നായിരുന്നു ആദ്യം ഫസ്റ്റ് ദിവസം ഉണ്ടായിരുന്ന ചോദ്യം. ഇപ്പോൾ വന്നു നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇറക്കണത്. സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെയാണ് ഒരു മനുഷ്യന്, ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യന് സിഹറിനൊരു ഹക്കീക്കത്ത് ഉണ്ടാകാം, അതിന് പിന്നെ അതിൽ നിന്ന് മനുഷ്യനൊരു ഷെറുണ്ടാകാം എന്നുള്ള കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ തള്ളി പറയുക? ഖുർആൻ കൊണ്ട് സ്ഥാപിതമായ കാര്യമാണത്. അതായത് ഒന്ന് പിന്നെ അള്ളാഹു പറഞ്ഞു, വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെറിൽ നിന്ന് അഭയം തേടാൻ നമ്മളെ പഠിപ്പിച്ച്. അതാണ് ഒരു ഖുർആൻ്റെ ഒരു തെളിവ്. ഇനി രണ്ടാമത്തേത് സൂറത്ത് ബഖറയിൽ കാണാം, സിഹറിനെ പറ്റി പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, വമാഹും ബി ളാജിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബി ഇദ്നില്ലാഹ്, പടച്ചവൻ്റെ അനുമതി കൊണ്ടല്ലാതെ അവർക്ക് ഒരാളിലും അതുകൊണ്ടൊരു ദോഷം വരുത്താൻ പറ്റില്ല, ഒരാളെ ഉപദ്രവിക്കാൻ സിഹർ മൂലം പറ്റില്ല അള്ളാൻ്റെ അനുമതി കിട്ടുമ്പോഴല്ലാതെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അനുമതി കൊടുക്കുന്ന സമയത്ത് മനുഷ്യനൊരു ഷെർ അതിൽ നിന്നുണ്ടാകാം എന്ന് ആ ആയത്തും പഠിപ്പിച്ചു. വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞതിൽ കൂടെ അത് ഒരു ഷെർ അതിൽ നിന്ന് മനുഷ്യന് അള്ളാഹ് ഉണ്ടാക്കിയിട്ടുണ്ട്, അള്ളാഹ് സബബാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് അഭയം തേടണം എന്ന് പഠിപ്പിച്ചു. ഇത് എല്ലാ തഫ്സീറുകളും അംഗീകരിച്ചു. അഹ്ലുസുന്നയുടെ എല്ലാ ജുംഹൂറായ പണ്ഡിതന്മാരെല്ലാം ഇത് അംഗീകരിച്ചു. വളരെ അപൂർവം വരലെണ്ണ ചില പണ്ഡിതന്മാരിന് അതുമായി ചില ആശങ്കകൾ പ്രകടിപ്പിച്ചു. അവർ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡീപ്പായി തപ്പിപ്പോയ മുഅ്തസിലി വിഭാഗത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ചിന്താഗതി സ്വാധീനിച്ചവർ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കാണാൻ പക്ക പ്യുവറായിട്ടുള്ള അഹ്ലുസുന്നൻ്റെ പണ്ഡിതന്മാരൊപ്പം ആരും ഇത് നിഷേധിച്ചിട്ടില്ല, സിഹറിന് ഹക്കീക്കത്തുണ്ട് എന്ന. കാരണം ഖുർആനാണല്ലോ പഠിപ്പിച്ചത്, ഹദീസാണല്ലോ പഠിപ്പിച്ചത്. ഞാൻ ഇതിൻ്റെ ഒന്ന് രണ്ട് തഫ്സീറുകൾ പറയാം. ഒന്ന് ഇബ്നു കസീറിൽ വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം, അത് ഖാല മുജാഹിദ് വ ഇക്രിമ വൽ ഹസൻ വ ഖതാദ വ ളുഹാഖ്. ആരൊക്കെയാണ് ഈ പറഞ്ഞത്? സലഫുകളിൽപ്പെട്ട താബീങ്ങളിൽപ്പെട്ട ആളുകളാണ് ഈ പറഞ്ഞത്. അത് അവിടെ വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞത് യഅ്നി അസ്സവാഹിറ എന്ന് പറഞ്ഞാൽ സിഹർ ചെയ്യുന്ന സ്ത്രീകളാണ് അതുകൊണ്ട് ഉദ്ദേശം. അത് ഇബ്നു കസീർ കൊടുത്തു. ഇനി ഇബ്നു ജരീറും കൊടുത്തു, വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് യഖൂലു വമിൻ ശർരി സവാഹിർ അല്ലതി യൻഫുസ്ന ഫി അഖദിൽ ഖൈത്ത് ഹീന യർഖീന അലൈഹ. സിഹർ ചെയ്യുന്ന സ്ത്രീകൾ അവർ പിന്നെ സിഹർ ചെയ്യുന്ന വേളയിൽ, മന്ത്രിക്കുന്ന വേളയിൽ അവർ പിന്നെ കെട്ടുകളിൽ ഊതും. അതിനെ പറ്റിയിട്ടാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചതെന്ന് ഇബ്നു ജരീർ പറഞ്ഞു. ഇനി പിന്നെ അതുപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു
അദ്ദേഹം ഈ വമിഷരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന ഒരു ഷെർ, അത് കെട്ടുകളിൽ ഊതുന്നത് ആരാണ്? അപ്പോൾ ഹസൻ റളിയല്ലാഹു പറയാണ് അസ്സവാഹിർ വസ്സഹറ, സിഹർ ചെയ്യുന്ന ആണും പെണ്ണുമാണ് എന്ന് സഹാബികൾ പറയാം. ഖത്താദ റളിയല്ലാഹു പറയാം, അതുപോലെ തന്നെ ഇബ്നു സുബൈർ റളിയല്ലാഹു പറയാം. അതുപോലെ തന്നെ തഫ്സീറുകൾ നോക്കിയാൽ ഇമാം ബഗവി പറയുന്നു, ഇബ്നു കസീർ പറയുന്നു, ഖുർത്തുബി പറയുന്നു, തൊബരി പറയുന്നു, സഅദി പറയുന്നു. ഇങ്ങനെ അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ സലഫുകളിൽ നിന്ന് തന്നെ സിഹറിൻ്റെ ഹക്കീക്കത്തിന് തെളിവ് പിടിച്ചു, അവരത് എഴുതി വെച്ചു. പിന്നെ നമ്മളെന്തിനാണ് നിഷേധിക്കുന്നത്? നമ്മൾ നിഷേധിക്കേണ്ട ഒരാവശ്യം അവിടെ ഇല്ല, അങ്ങനെ നമ്മൾ നിഷേധിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സിഹർ എന്ന്? അപ്പോൾ സിഹർ എന്താണ് എന്നാ പറയും? സിഹർ എന്താ? സിഹറിൽ നടക്കുന്നത് മനുഷ്യൻ ശൈത്താനോട് സഹായം തേടുന്നു, ശൈത്താൻ അസഹായമായി മനുഷ്യൻ്റെ എത്തുന്നു, ഈ പ്രക്രിയയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ പ്രക്രിയയാണോ? ആ പ്രക്രിയയാണോ അവിടെ നടക്കുന്നത്? അല്ലാഹു അലം, നമുക്കറിയില്ല. ഖുർആനിൽ നിന്ന് ആകെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഖുർആൻ സിഹറിൻ്റെ പ്രചരണത്തിന് ശൈത്താൻ പ്രത്യേക തൽപരനാണ് എന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടും. അതായത് സിഹറിനെ പറ്റിയിട്ട് പറയാണ്, വമാ കഫർ സുലൈമാൻ, സുലൈമാൻ സിഹർ ചെയ്തിട്ടോ ചെയ്യിപ്പിച്ചിട്ട് കാഫറായിട്ടില്ല. വലാക്കിന്ന ഷയാത്തീന കഫറു, എന്നാൽ ഷെയ്ത്താന്മാരാണ് കാഫറുകളായത്. യുഅല്ലിമൂന നാസ സിഹർ, ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഷെയ്ത്താന്മാർ നിഷേധികളായിട്ട് മാറി എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ത്താൻ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യമുണ്ട് എന്ന് നമുക്കറിയാം. എന്നതല്ലാതെ സിഹർ ചെയ്യുന്നു, ഇത് അതിൻ്റെ ഷെറ് മറ്റൊരാൾക്ക് അള്ളാഹ് അനുവദിക്കുന്ന സമയത്ത് ഒരു ഷെറായിട്ട് അത് വരുന്നു, അതെങ്ങനെ നമുക്കറിയില്ല. കാരണം സിഹറിനെ പറ്റി അമാനി മൗലവി പറഞ്ഞ വാചകം നമ്മളൊന്ന് വായിച്ചാൽ മതി. ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, മായാതന്ത്രം, വശീകരണം, ജാലവിദ്യ, കൺകെട്ട്, മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കാവുന്ന വാക്കാണ് സിഹർ. കാര്യകാരണബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹർ എന്ന് പറയാം. അപ്പോൾ കാര്യകാരണബന്ധം മനസ്സിലാക്കാൻ പറ്റൂല, അത് നമുക്ക് മനസ്സിലാവില്ല എന്നതാണ് സിഹറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല അദ്ദേഹം തന്നെ ഇതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞ കാണാം, അള്ളാഹു നിശ്ചയിച്ചതും മനുഷ്യർക്ക് പിടിക്കുവാൻ സാധിക്കാത്തതുമായ ചില രഹസ്യങ്ങൾ നിലവിലുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കണ്ട് മനുഷ്യൻ വഞ്ചിതരാകരുത് എന്നൊക്കെ ഉണർത്തുകയാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാവാത്ത കാര്യകാരണബന്ധം അവ്യക്തമായിട്ടുള്ള എന്തോ ഒരു പ്രക്രിയയിലൂടെ നടക്കുന്നതാണ് സിഹർ. പിന്നെ ഇത് അന്വേഷിച്ച് പോകേണ്ടതിനാ? ഇത് അന്വേഷിച്ചിട്ട് അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെ നടക്കുന്നു എന്ന് കണ്ടെത്തിയില്ല. ഒരു പ്രോസസ്സിങ് എങ്ങനെ നടക്കുന്നു എന്ന് കണ്ടെത്തിയില്ല. എന്താ പ്രശ്നം? അള്ളാഹ് പറഞ്ഞാൽ അങ്ങനെയല്ലേ കണ്ടെത്തുന്നുണ്ടോ? ഖുർആനോ ഹദീസോ എടുത്ത് നോക്കിയാൽ സിഹർ ഇങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആവും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ പോകും, ഇങ്ങനെ വരും, ഇങ്ങനെ കൊള്ളും. ഇങ്ങനെ ഒരു പ്രോസസ്സിങ് ഖുർആനിലോ ഹദീസിലോ ഇല്ല. ഖുർആനിൽ അത് മനുഷ്യൻക്കുള്ളൊരു ഷെറിന് നിമിത്തമാകാം അത് ഉദ്ദേശിക്കുമ്പോൾ, ഇതിനില്ല പടച്ചവൻ്റെ അനുമതിയോടുകൂടി സിഹർ മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഹദീസിലും അതിനെപ്പറ്റി വിശാലമായ ഒരു വിശദീകരണം ഒരു സ്ഥലത്തുമില്ല. അപ്പോൾ ഖുർആനോ ഹദീസല്ലേ കാര്യകാരണബന്ധം അവ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത്? മനുഷ്യനും കാര്യകാരണം പിടികിട്ടാത്ത കാര്യങ്ങൾ പിന്നെ ആരാ പറഞ്ഞിട്ടുണ്ട്? വിസ്റ്റോ, അത് സൗദി അറേബ്യയിലെ പിന്നെ ഉലമാക്കളോ, അല്ലെങ്കിൽ തജ്രിബ പഠിച്ച റാഖിമാരോ, അതല്ലെങ്കിൽ നാട്ടിലെ മൊയിലാക്കന്മാരോ, അതല്ലെങ്കിൽ കിതാബോധി തികഞ്ഞെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, ഇവരാണോ കാര്യകാരണബന്ധം മനുഷ്യന് പിടികിട്ടാത്ത രൂപത്തിൽ അള്ളാഹ് അവ്യക്തമാക്കി വെച്ച രഹസ്യം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇവരാണോ കൊണ്ടുവരുന്നത്? ഇവർ കൊണ്ടുവന്നാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? അപ്പോൾ ഇത് വിശുദ്ധക്കാർ ശരിക്ക് എനിക്ക് പറയാനുള്ള വിശുദ്ധത്തിൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കിക്കോ. സിഹിർ എന്നത് പിന്നെ ഹക്കീക്കത്തുണ്ട്, സിഹിറിന് തഹ്സീറുണ്ട്. അതെവിടെ നിന്ന് മനസ്സിലായി? അത് ഖുർആൻ പഠിപ്പിച്ചത്. വമിൻഷ്യത്തിൻ നഫാസാത്തി ഫിൽ ഉഖദ്, അതിന് കൃത്യമാണ്. ഇതൊരു ഷെറായിട്ട് ഇതിനില്ല, പടച്ചവൻ്റെ അനുമതിയോടുകൂടി ഇത് ഒരു ഷെറായി മനുഷ്യന് സംഭവിക്കാം. അതിൽ നിന്ന് അഭയം തേടാനുള്ള പഠിച്ചു. ആ അഭയം തേടുക. ഇതല്ലാതെ ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല. എന്നാൽ പിന്നെ ഖുർആനിൽ ഒരായത്ത് ഇവർ കാണിക്കട്ടെ, ഇതിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഹദീസ് നബിയിൽ നിന്ന് ഇതിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെയാണ്. അതാണ് അമാനിമൗലവി പറഞ്ഞത്, ഇത് മനുഷ്യന് മനസ്സിലാകാത്ത കാര്യമാണ് എന്ന് അമാനിമൗലവി പറഞ്ഞത്. ഇത് തന്നെയാണ് ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നെ വിഷയത്തിൽ ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചിട്ടുള്ള നിലപാട് തന്നെയാണ്. ജംഇയ്യത്തിൻ്റെ ഫത്വയിലും പറഞ്ഞത് കാര്യകാരണബന്ധം അവ്യക്തമായ വിധത്തിൽ നടക്കുന്ന ഗൂഢപ്രവർത്തനങ്ങളെ മൊത്തത്തിൽ സിഹർ എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ കാര്യകാരണബന്ധം അവ്യക്തമാണ്. പിന്നെ ഈ അവ്യക്തമായ സാധനത്തിന് എങ്ങനെയാണ് നമുക്ക് വ്യക്തമാക്കാൻ പറ്റുക? വ്യക്തമായില്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കൂലേ? അപ്പം അള്ളാഹ് പറഞ്ഞതൊക്കെ എൻ്റെ തലച്ചോറിന് അതിൻ്റെ എല്ലാ വശങ്ങളും വ്യക്തമായെങ്കിലേ ഞാൻ സ്വീകരിക്കൂ എന്നാണോ? അങ്ങനെ സ്വീകരിക്കാൻ പിന്നെ ഈമാൻ വേണോ? എൻ്റെ തലച്ചോറിന് ബോധ്യപ്പെട്ടത് മാത്രം സ്വീകരിക്കും എന്ന് പറഞ്ഞത് ഈമാനാണോ? അല്ല. എനിക്ക് മനസ്സിലായില്ലെങ്കിലും
എനിക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ലോകത്ത് നടക്കുന്നതാണെങ്കിലും, എൻ്റെ കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലാണെങ്കിലും, എൻ്റെ കാര്യകാരണ ബന്ധത്തിൻ്റെ പുറത്താണെങ്കിലും, എൻ്റെ കാര്യകാരണ ബന്ധം അവ്യക്തമാണെങ്കിലും അള്ള എന്ത് പറഞ്ഞു അത് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. ഇതിൽ ഗവേഷണം നടത്താൻ തന്നെ പാടില്ല. ഇതിലെന്താണ് സിഹിറിന് ഹക്കീക്കത്തുണ്ടോ? ആ ഹക്കീക്കത്തുണ്ട്. ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എവിടെ പറഞ്ഞു? സൂറത്ത് ബക്കറയിൽ പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്ത് ഫലഖിലും പറഞ്ഞു. ഒമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്. ആ ഉഖദ് കെട്ടുകളിൽ ഊതുന്നത് പിന്നെ സിഹിറാണെന്ന് ആര് പറഞ്ഞു? സഹാബികളിൽ നിന്ന് നിവേദനമുണ്ട്, താബീങ്ങളിൽ നിവേദനമുണ്ട്, താബീങ്ങളിൽ നിവേദനമുണ്ട്. അത് അഹ്ലുസുന്നയുടെ ആര് പറഞ്ഞു? എല്ലാ മുഫസ്സിറും പറഞ്ഞു, എല്ലാ മുഹദ്ദിസുകളും പറഞ്ഞു, അഹ്ലുസുന്നയുടെ എല്ലാ ഉലമാക്കളും പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇതിലപ്പുറം വേറൊന്നും വേണ്ട. നമ്മളത് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിതിന് നിഷേധിക്കില്ല. പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ജിന്നിനോട് സഹായം തേടിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല, നിങ്ങൾക്ക് ഉത്തരം തരാനുള്ള കുതിരത്ത് ജിന്നിനില്ല എന്ന് പറഞ്ഞാൽ സിഹിറിനെ നിഷേധിച്ച്. ഇത് ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് പിന്നെ ഈ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ക്രൂരതയെ എതിർത്താൽ, ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല, പലസ്തീനെ കൊല്ലരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇസ്രായേലൊരു തുരിപ്പിച്ചിട്ടിറക്കും. ഇത് പിന്നെന്താണ്? ആൻറ്റിസെമിറ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറയും. സെമിറ്റിക് വിരോധം. ഇവിടെ എതിർത്ത് ഏതിനാണ്? ഇസ്രായേലിൻ്റെ ക്രൂരതനെ എതിർക്കണേ. അപ്പോൾ ജൂതവിരോധം അല്ലെങ്കിൽ സെമിറ്റിക് വിരോധം എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ രാഷ്ട്രത്തിൻ്റെ പിടിപ്പുകേടിനെ നമ്മൾ വിമർശിച്ചാൽ അപ്പോൾ രാജ്യദ്രോഹി, അപ്പോൾ ദേശവിരുദ്ധൻ, രാജ്യദ്രോഹി. ഇതേപോലത്തെ ഒരു കളിന് ഇഷ്ടം കളിക്കുന്നത്. ആരെങ്കിലും ജിന്നിനോട് സഹായം തേടിയാൽ ഉത്തരം ചെയ്യാൻ ജിന്നിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ സിഹിറിന് ഹക്കീക്കത്തില്ല. മർക്കസുദ്ദാവൻ്റെ പാളയത്തിലേക്ക് പോയി ഇവന് മർക്കസുദ്ദാവാണ്, അക്കലാനിയാണെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതെങ്ങനെയെങ്കിലും ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല എന്ന് കിട്ടണം. ഞാൻ പറയട്ടെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു മനുഷ്യൻ ജിന്നിനോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ തരാൻ ജിന്നിന് പറ്റില്ല. 3 വട്ടം പറ്റില്ല. പറ്റുമെന്നതിന് വിശുദ്ധ ഖുർആൻ എന്ന ഹദീസിന് ഒരു തെളിവ് തരും. അപ്പോൾ നമുക്ക് അംഗീകരിക്കാം. അപ്പോൾ ഇത്ര ഉള്ളോ ആ വിമർശനത്തിൻ്റെ കാതൽ? ഇവരുടെ ഈ വ്യാഖ്യാനങ്ങളും ഈ വിശദീകരണങ്ങളും കൊണ്ടാണ് അബ്ദുള്ള ബാസിർ പോലും ഈ ചാനലുകളിൽ പോയിരുന്നു പറയേണ്ടത് ജിന്ന് സഹായിക്കും എന്ന് പറഞ്ഞു. വിളിച്ച വിളി കേട്ട് ജിന്നോട് ചോദിച്ചു ജിന്ന് സഹായിക്കും. ഞാൻ ആലോചിക്കുന്നത് ഇത് എങ്ങനെ ഒരു പറയാൻ കഴിയുന്നത്? അതായത് ജിന്ന ഗ്ലാസ് വെള്ളം എന്താ, അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഗ്ലാസ് ഇങ്ങനെ പൊന്തി വരുന്നു, അതിൽ നിറച്ച് വെള്ളമുണ്ട്, അത് ഇവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഇത് ആലം ഷഹാദയിൽ നിന്ന് നമ്മൾ, ആലമുൽ ഗൈബിലിന് ജിന്ന്, 2 പ്രപഞ്ചം. ആലം ഷഹാദ, ആലമുൽ ഗൈബ്. ഈ ആലമുൽ ഗൈബിൽ ഉള്ള ജിന്നിനെ ആലം ഷഹാദ എന്നിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് ചോദിക്കുമ്പോൾ ആലമുൽ ഗൈബിൽ നിന്ന് വെള്ളവുമായിട്ട് ആലം ഷഹാദയിലേക്ക് ജിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ ഇവർ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അതിനാൽ ഇങ്ങനെ വിശ്വസിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഒരു കാലത്ത് തൗഹീദ് മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ആൾക്കാരല്ലേ. അവരുടെ മനസ്സിൽ മലക്കിന് ഇവർ മൂടി വെക്കും, ചർച്ചയിലേക്കൊന്നും കൊണ്ടുവരില്ല. ഇവരുടെ വിശ്വാസം അനുസരിച്ച് മലക്ക് ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് പറഞ്ഞാൽ മലക്ക് വരണമല്ലോ, വെള്ളമായിട്ട് കുതിരത്തുണ്ട്. ഇവർ ചോദിക്കൂല, അത്ര ഭയങ്കര മഹത്വപരതുണ്ട്, ചോദിക്കൂല. പക്ഷെ ചോദിച്ചാൽ കൊണ്ടുവരും മലക്ക്. പക്ഷെ ഇവർ ചോദിക്കണില്ല. ചോദ്യം തൽക്കാലം അള്ളാഹ് മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കണുള്ളൂ. ഇവരൊരു ഔദാര്യമാണ് അത് പഠിച്ചവനോടെ. മലക്കിനും ജിന്നിനും കൊടുക്കാൻ ഉദ്ദേശിക്കണില്ല, വസീലത്ത് ശിർക്കൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവരുടെ വിശ്വാസം എന്താ? ഇവരുടെ വിശ്വാസം ചോദിച്ചാൽ കിട്ടുന്നല്ലേ. അല്ലെങ്കിൽ അവർ പറയട്ടെ ചോദിച്ചാൽ കിട്ടൂല, അപ്പോൾ കുതിരത്തില്ലാത്തതിനൊരു തേടി ശിർക്കായി. ഇവർ പെട്ട് ശരിക്ക് ഈ പറഞ്ഞ ജിന്നിനും മലക്കിനും വെള്ളം ചോദിച്ചാൽ കൊണ്ടുതരാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ കുതിരത്തില്ലാണ്ടായി. അപ്പൊ എന്തായി? കുതിരത്തില്ലാത്തതിനോട് തേടി, അപ്പൊ കാതറല്ലാത്തതിനോട് തേടി, അപ്പൊ ശിർക്കായി. യഥാർത്ഥത്തിൽ ഇത് തൗബ ചെയ്ത് മടങ്ങാണ് നല്ലത്. അതിനപ്പുറം വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതിലേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സിഹിറിന് ഹക്കീക്കത്ത് ഉണ്ട്, തഹ്സീറും ക്ലിയറാണ്. അത് പ്രവാചകനും ഖുർആനും പറഞ്ഞത് എങ്ങനെയാണോ അഹ്ലുസുന്നയുടെ നിലപാട് തന്നെയാണ് നമുക്കുള്ളതെന്നും ഇപ്പം ഈ ഒരൊറ്റ സംസാരത്തിൽ നിന്ന് മനസ്സിലായല്ലോ. പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, കേരള നത്തുൽ മുജാഹിദീൻ അതിനൊരു കൃത്യമായ ആദർശമുണ്ട്. അഹ്ലുസുന്നനെ അംഗീകരിക്കുന്ന, അത് പ്രഖ്യാപിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന ഒരു വിഭാഗം. അപ്പോൾ ഇതിൻ്റെ തലപ്പത്ത് കേന്ദ്ര സ്ഥാനങ്ങളിൽ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ലാഹിറായിട്ടുള്ളൊരു കാര്യമാണ് ഹസീം മൗലവി, നമ്മുടെ ഹസീം മദനി, അബ്ദുൽ ഹസീം മദനിയെ കുറിച്ചൊരു ആരോപണമുണ്ട്. അദ്ദേഹം
സിഹർ നിഷേധിക്കുന്ന ആള്, തഹസീറില്ല എന്ന് പറഞ്ഞ ആള് എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുന്നൊരു പ്രവണത ഉള്ളൊരു മനുഷ്യനാണ്. ആളെങ്ങനെ നിങ്ങൾ സംഘടന സെക്രട്ടറി ആക്കി നിർത്തും? ഇതിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെക്കാളും KNM-ൽ ഒരു എന്താ പറയുക ഒരു ന്യൂനതയും വരാൻ പാടില്ല. ഒരു എന്താ പറയുക അഹ്ലുസുന്നക്കെതിരെ ഉണ്ടാകുന്നൊരു നിലപാടുള്ള ആളുകൾ ഇതിൻ്റെ സ്ഥാനത്ത് വരാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്നവരും കൂടിയാണ് വിശുദ്ധക്കാരെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അസീം മദനിയുടെ ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇട്ട് പ്രചരിപ്പിക്കുന്ന ഒരു ഇത് കേട്ടിട്ടുണ്ട് പല ഗ്രൂപ്പുകളിലും. പല KNM-മാരോട് എന്നാൽ പിന്നെ എന്താണ് അസീം മദനി തിരുത്താത്ത? എനിക്ക് അതായിട്ട് ബന്ധപ്പെട്ടിട്ട് അസീം മദനിക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടെന്ന് ഇപ്പം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല, അള്ളാഹു ആലം. അപ്പോൾ അസീം മദനിനെ കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? സത്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ അതിന് KNM-ന് കൊടുക്കാനുള്ള മറുപടി? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ സിഹിറിൻ്റെ ഹക്കീക്കത്ത് നിഷേധിക്കുന്നവരോ ജിന്നുബാധ നിഷേധിക്കുന്നവരോ ഒന്നല്ല, അതൊക്കെ ഖുർആൻ കൊണ്ട് തെളിയപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ നിഷേധിക്കേണ്ട ഒരു യാതൊരു ആവശ്യമില്ല. നമ്മൾ ഇതിനു മുമ്പും സിഹിറിൻ്റെ ഹക്കീക്കത്തിനെ സ്ഥാപിച്ചുകൊണ്ട് ഖുർആൻ ഹദീസും പറഞ്ഞ രൂപത്തിൽ അതിൻ്റെ ഹക്കീക്കത്തിനെ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അറിയാത്തവരൊന്നല്ല ഇവർ. ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് പ്രശ്നവൽക്കരിച്ചല്ലോ. മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ ആ വെള്ളം എടുത്തു കൊടുക്കാൻ ജിന്നിന് കഴിയൂല എന്ന് പറഞ്ഞില്ല. അത് ഇവർക്ക് വലിയ പ്രയാസമായിട്ടുണ്ട്. ഇവരിങ്ങനെ ഉണ്ടാക്കണ എങ്ങനെയാണ്? മനുഷ്യൻ ഭൗതികമായ സഹായം, സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരാനുള്ള കുതിരത്തുണ്ട്. ജിന്ന് കാതിറാണ്, മലക്ക് കാതിറാണ്, കുതിരത്തുണ്ട്. കുതിരത്തുള്ള സൃഷ്ടിനോട് അവരുടെ കുതിരത്തിൽപ്പെട്ട കാര്യം തേടിയാൽ ശിർക്കല്ല എന്നൊക്കെ അവർ പറയാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, അല്ല കൂട്ടരപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തരാൻ മലക്കിനോടും ജിന്നിനോടും പറഞ്ഞാൽ അവർ എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ എടുത്തുകൊണ്ട് വരും. അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ ആ ധൈര്യം ഇല്ലായിരുന്നു. എന്നാൽ അവർ പറഞ്ഞാൽ മതി, എന്നവർ വെളിവാക്കട്ടെ, വ്യക്താക്കട്ടെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് എന്ന് വ്യക്താക്കട്ടെ. അല്ലെങ്കിൽ പറയട്ടെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പം എന്തായി? കാതറല്ല. അപ്പോൾ വിഷയമായി. ഈ കഴിവിൽപ്പെടാത്ത കാര്യമില്ല അപ്പോൾ തേടിയത്. അപ്പോൾ കാതറല്ല ചിർക്ക അതവർക്ക് അറിയുന്നതുകൊണ്ടാണ് ഇവർ അപ്പം നേരെ അത് പറയണോന്ന് എന്ത് ചെയ്യുക, സിഹിർ നിഷേധിക്കണോ ജിന്നുബാധ നിഷേധിക്കണോ എന്നൊക്കെ ആക്കി മാറ്റുക. അത് ഇവരുടെ സ്ഥിരം പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ നിലപാട് അറിയാവുന്നതാണ് അവർക്ക്. KNM-ഉം KJ-യും ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു. അത് തന്നെയാണ് നമ്മളെ നിലപാട്. കാര്യകാരണബന്ധ അവ്യക്തമായ വിധത്തിലുള്ള ഗൂഢപ്രവർത്തനങ്ങളാണ് ഈ സിഹിർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ കാര്യകാരണബന്ധ അവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കാര്യകാരണബന്ധം, അതിൻ്റെ പ്രോസസ്സിങ് എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ അബ്ദുൽ ഹസീം മദനിൻ്റെ ഇവർ പറയുന്ന ഡോക്ടർ അബ്ദുൽ ഹസീം മദനിയുടെ ഇപ്പോഴത്തെ KNM സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവർ പറയുന്നത്, പിന്നെ മർക്കസുദ്ദാവിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം സിഹിറിൻ്റെ ഹക്കീക്കത്തും തഹ്സീറൊക്കെ നിഷേധിച്ചു, അല്ലെങ്കിൽ നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞതിനെ ഖുർആനായത്ത് ഓതിയിട്ട് ഖണ്ഡിച്ചു. ഇങ്ങനത്തെ ഒരു അവസ്ഥ അവിടെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ ശരി, അദ്ദേഹം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം KNM-ലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഹക്കീക്കത്ത് അംഗീകരിച്ചു. ആ നിലപാടാണ് ശരി, അതാണ് അഹ്ലുസുന്നയുടെ നിലപാടാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്തു. KK സക്കറിയ എങ്ങനെയായിരുന്നു? പണ്ട് സിഹിർ നിഷേധിച്ചിരുന്ന ആളായിരുന്നു. പിന്നീട് അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം സിഹിറിനെ ഹക്കീക്കത്തിനെ അംഗീകരിക്കുന്ന അവസ്ഥ വന്നു. ഇപ്പം ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം. 23/5/2017 കേരള ജമിയത്തുൽ ഉലമ മദീനത്തുൽ ഉലും ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സിഹിറിന് ഹക്കീക്കത്തും തഹ്സീറും ഉണ്ടെന്ന വിശ്വാസം ശിർക്കാണോ എന്ന വിഷയം സംബന്ധിച്ച് ചർച്ചയ്ക്ക് ശേഷം ഏകകണ്ഠമായി കൈക്കൊണ്ട തീരുമാനം, മാരണം, കൂടോത്രം, ആഭിചാരം എന്നീ അർത്ഥത്തിലുള്ള സിഹിർ മഹാപാപമാണ്. അത് ചെയ്യിക്കുന്നതും ഹറാമാണ്. ഈ അർത്ഥത്തിലുള്ള സിഹിർ ഒരു വസ്തുതയാണ്, ഹക്കീക്കത്തുള്ളതാണ്. ഇതിന് പ്രതിഫലനം ബ്രാക്കറ്റിൽ തഹ്സീർ ഉണ്ടാകാമെന്നതാണ് അഹ്ലുസുന്നയുടെ ഭൂരിപക്ഷാഭിപ്രായം. കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ സിഹിറിന് പ്രതിഫലമുണ്ടാവുമെന്ന വിശ്വാസം ശിർക്കാകുന്നു. അതായത് കാര്യകാരണബന്ധത്തിന് അപ്പുറം സാഹിറിന് ഉപദ്രവിക്കാൻ പറ്റും, സിഹിർ കൊണ്ട് ഷർറുണ്ടാക്കാൻ പറ്റുമെന്ന വിശ്വാസം എന്താണ്? ശിർക്കാകുന്നു. എന്നാൽ കാര്യകാരണബന്ധം അവ്യക്തമായ വിധത്തിലുള്ള പ്രതിഫലനം ഉണ്ടാകാമെന്ന് കരുതുന്നത് ശിർക്കല്ല. അപ്പോഴും ജമിയത്തിൻ്റെ നിലപാടെന്താ? കാര്യകാരണബന്ധം അവ്യക്തമായ, മാനി പറഞ്ഞ പോലെ കാര്യകാരണബന്ധം അവ്യക്തമായിട്ടുള്ള ഉപായക്രിയ ആയിട്ടാണ് സിഹിറിനെ അവർ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതൊരു പ്രബോധന വിഷയമാക്കാൻ പാടില്ല. സിഹിറിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലോ സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലോ ഇത്തരം അഭിപ്രായങ്ങൾ എഴുതുകയോ പ്രസംഗിച്ചോ പ്രചരിപ്പിക്കാനോ പാടില്ല. ഇത് അംഗീകരിച്ച് ഒപ്പിട്ടവർ അതിൽ 5ാമത്തെ ഒപ്പ് KA അബ്ദുൽ ഹസീം മദനി. അപ്പോൾ അബ്ദുൽ ഹസീം മദനി ഇതിൽ ഈ ജമിയത്തിൻ്റെ വാദം ഏത് കാര്യകാരണ ബന്ധത്തിൻ്റെ അതീതമല്ലാത്ത വിധത്തിൽ
അവ്യക്തമായ കാര്യകാരണബന്ധം അവ്യക്തമായ വിധത്തിൽ പിന്നെ സിഹറിന് ഹക്കീക്കത്ത് ഉണ്ടാകാം എന്ന ജമിയത്തുൽ ഉലമയുടെ ഭൂരിപക്ഷ അഹ്ലുസുന്നയുടെ പണ്ഡിതാഭിപ്രായം എന്ന് ജമിയത്തിൽ വിശേഷിപ്പിച്ച ജമിയത്തുൽ ഉലമയുടെ അഭിപ്രായം ഒപ്പിട്ട് കൊടുത്തു അസീമത്തിന്. ഇനി നമുക്ക് അസീമത്തിന് പണ്ട് പറഞ്ഞ ക്ലിപ്പും കൊണ്ടുവന്നാൽ നമുക്ക് വല്ല ബാധ്യത ഉണ്ടോ? ഇനി പറയട്ടെ അസീം മൗലവി, നമുക്ക് പറയാനുള്ളത് ഇനി അസീം മൗലവി പരസ്യമായിട്ട് ഈ ഒപ്പിട്ടതിന് ശേഷം പറയട്ടെ, എങ്കിൽ ഈ ഇസ്ലാഹ് പാഠശാലയുടെ മൈക്ക് അസീം മൗലവിക്ക് നേരെ തിരിച്ചു വെക്കും. തീർച്ചയായിട്ടും അത് അസീം മൗലവി എന്നല്ല, ആരും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ നിലപാടിനെതിരെ ആര് പറഞ്ഞാലും, ഈ സംഘടനയുടെ സെക്രട്ടറി ആയാലും അതായാലും ആര് പറഞ്ഞാലും അവിടേക്ക് മൈക്ക് തിരിച്ചൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അതെ, ആ മൈക്ക് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ചപ്പടാച്ചി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് ആ വിഷയമായിട്ട് പറയാനുള്ളത്. സാലിഷ്ക, ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഇറക്കുന്ന വീഡിയോസ് യഥാർത്ഥത്തിൽ അതിൽ ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം, ജിന്ന് അല്ലെങ്കിൽ മനുഷ്യന് അങ്ങോട്ട് ജിന്നിലേക്കുള്ള ആക്സസ് ഇല്ല, അങ്ങനെ ഒരു സംവിധാനം അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമ്മൾ സമർത്ഥിക്കുകയാണല്ലോ. അപ്പോൾ അവർ പറയുന്നത് ജിന്ന് ബാധ ഉണ്ടാകുമ്പോൾ ജിന്ന് ബാധിക്കും എന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, ജിന്ന് മനുഷ്യന് ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ബാധിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വരുന്നത്? ഇങ്ങനെ പറഞ്ഞ് കൺഫ്യൂഷനാക്കി ഇവർ സിഹറിന് നിഷേധിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള കെണി അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അല്ല, ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താ, ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച് ഗായിബാണ്, മലക്ക് മനുഷ്യനെ സംബന്ധിച്ച് ഗായിബാണ്. ഗായിബായതുകൊണ്ട് തന്നെ മനുഷ്യന് ആലമുൽ ഗൈബിലേക്ക് ആക്സസ് ഇല്ലാത്ത സൃഷ്ടിയാണല്ലോ മനുഷ്യൻ. ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ വല്ലതും പറഞ്ഞാണോ ഇതൊക്കെ അംഗീകരിക്കാതെ ചോദിക്കുന്നത്? ആലമുൽ ഗൈബിലേക്ക് ആക്സസ് ഇല്ലാത്ത സൃഷ്ടിയാണ് മനുഷ്യൻ. അതെ, അവർക്ക് അവിടെ പ്രവേശനം ഇല്ല. അതല്ല ഇവരിടക്കിടക്ക് പിന്നെ 3 ദിവസത്തിന് ടൂറ് മൂന്നാറിലേക്കും ഇവർക്ക് പോണ പോലെ ആലമുൽ ഗൈബിലേക്കൊന്നും പോയി തിരിച്ചു വരുന്നവരാണ്. ബർസഖ് പോട്ടെ, ഞാൻ ഇവർക്ക് ബർസഖ് പറ്റൂല, ആർക്കും ആക്സസ് ഇല്ല എന്ന് പറഞ്ഞത്. ഇതന്നല്ലേ ജിന്നിൻ്റെയും മലക്കിൻ്റെയും ലോകം. നമുക്ക് വല്ല ആക്സസ് ഉണ്ടോ? നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുമോ? നമുക്കത് അനുഭവിക്കാൻ പറ്റുമോ? ഒന്നിനും പറ്റൂല. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതായ, അപ്പോൾ പഞ്ചേന്ദ്രിയത്തിന് അതീതായ സാധനത്തിലേക്ക് നമുക്ക് എങ്ങനെ ആക്സസ് ഉണ്ടാവുക? പിന്നെ അനുഭവം എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ്. പിന്നെ പഞ്ചേന്ദ്രിയത്തിന്റെ അകത്തായല്ലോ. പഞ്ചേന്ദ്രിയത്തിന്റെ പുറത്തെന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ പറ്റൂല, കേൾക്കാൻ പറ്റൂല, മണക്കാൻ പറ്റൂല, തൊടാൻ പറ്റൂല. ഇതാണല്ലോ ഇപ്പോൾ പഞ്ചേന്ദ്രിയത്തിന്റെ അകത്തുനിന്ന്. ഇങ്ങനെ കാണാനോ മണക്കാനോ തൊടാനോ രുചിക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാധനത്തിലേക്ക് എങ്ങനെ ആക്സസ് ആവുക? ആക്സസ് ആയാൽ പിന്നെ അത് ഇത് ഏതെങ്കിലും ഒന്നും പറ്റൂലേ? ഒന്നിനും മണം കിട്ടണം, അല്ലെങ്കിൽ രുചി കിട്ടണം, സ്പർശനം കിട്ടണം. ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പുറത്താണെന്ന് പറയുമ്പോൾ ഇവരെന്തിനെങ്ങനെ ചാടണമെന്ന് ഞാൻ ചോദിക്കുന്നത്. മനുഷ്യന് ആക്സസ് ഇല്ല ജിന്നുകളുടെ ലോകത്ത്, ആലമുൽ ഗൈബിലേക്ക് ആക്സസ് ഇല്ല എന്ന് പറയുമ്പോൾ അതിനെന്തിനാ ചാടുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞുണ്ടാക്കി ഒന്നല്ലല്ലോ. ആക്സസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞെന്തോ ഒരു അപവാദം പറഞ്ഞ പോലെ. ഈ നാട്ടിലുള്ള എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത്, മുജാഹിദുകളും വിശ്വസിക്കുന്നത് ആലമുൽ ഗൈബിലേക്ക് ആക്സസ് ഉള്ള സാധനമാണ്. നമ്മൾ അതിനെ നിഷേധിച്ചെന്ന് പറഞ്ഞ പോലെയാണ്. ആലമുൽ ഗൈബിലേക്ക് ആക്സസ് ഇല്ല മനുഷ്യന്. എന്നാൽ ആലമുൽ ഗൈബിൽ നിന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിലേക്ക്, ആലമു ഷഹാദയിലെ മനുഷ്യ ജീവിതത്തിലേക്ക് ജിന്നിനും മലക്കിനും അത് നിശ്ചയിച്ച പരിധിയിൽ ആക്സസ് ഉണ്ട്. ആ ആക്സസ് ആണ് ജിന്ന് ബാധ. നമുക്ക് പിശാച് ബാധ സംഭവിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? നമ്മ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ആക്സസ് ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ജിന്നിൻ്റെ മേത്ത് മനുഷ്യബാധ ഉണ്ടാക്കാൻ പറ്റൂല. അതാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒരു ജിന്ന് പറയാണ്, മര്യാദ കിടന്നിരുന്ന് എൻ്റെ ജിന്ന് മോനെ ഇരുന്ന് ഒരു മനുഷ്യൻ ബാധിച്ച് ആലമുഷാരിന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് ആലമുൽ ഗൈബിൽ എൻ്റെ മോൻ്റെ മേത്ത് കയറി എന്താ ഇപ്പം ചെയ്യുക? ഇങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹ് അനുവദിച്ചുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരും. ആ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സൂറത്ത് ബഖറ 275 ആയത്ത്, അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പലിശ തിന്നുന്നവർ പരലോകത്ത് എഴുന്നേൽക്കുക, പിശാച് ബാധ ഏറ്റ് മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേൽക്കൂല. അപ്പോൾ പിശാച് ബാധ ഉണ്ട്. അത് എല്ലാ മനുഷ്യനും പിശാച് ബാധിച്ചിട്ട് ഇങ്ങനെ നടക്കാണോ, എല്ലാ മനുഷ്യനും പിശാച് ബാധ കിടന്ന് ഉരുളാണോ, അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ആർക്കെങ്കിലും പിശാച് ബാധ എന്ന പ്രയാസം ഉണ്ടാകാമെങ്കിൽ ബാധ, പിശാച് ബാധ, നാട്ടിൽ ബാധ എന്ന് പറഞ്ഞൊക്കെ പിശാച് ബാധ അല്ല.
ഹിസ്റ്റീരിയ ബാധിച്ചതിനെ സംബന്ധിച്ച് പിശാചി ബാധ എന്ന് പറയും. അല്ലെങ്കിൽ പിശാചി ബാധ പോലത്തെ എന്തെല്ലാം പ്രശ്നങ്ങൾ, പിശാചി ബാധ ഇല്ലാത്ത എന്തെല്ലാം പ്രശ്നമുണ്ട്. ഇപ്പം മാനസിക ഇത് നോക്കിക്കഴിഞ്ഞാലും മറ്റേ നമ്മൾ മനോരോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്റീരിയ അത് ബാധിച്ച ഒരാൾ ബാധ കയറിയ പോലെ തോന്നാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ സ്കിസോഫ്രീനിയ അത് ബാധിച്ച ഒരാൾക്ക് ബാധ ഉണ്ടെന്ന് തോന്നാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. ആ അസുഖം ബാധിച്ചാൽ സംഭവിക്കുക പിന്നെ നമ്മൾ വേറൊരു വ്യക്തിത്വമായിട്ട് സംസാരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇനി അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ആ രോഗമുള്ളവർക്ക് ബാധ അന്ന് സംശയിക്കാവുന്ന രൂപത്തിൽ പെരുമാറും. വിഷാദ രോഗമുള്ള ആളുകൾ ബാധ പോലെ പെരുമാറാനുള്ള സാധ്യത ഉണ്ട്. ഇനി ബ്രെയിൻ ട്യൂമറുള്ള ആളുകൾ ബാധ പോലെ പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നമുണ്ട് ബാധ പോലത്തെ. ഇതിൽ നിന്ന് ഏതാണ് യഥാർത്ഥ ബാധ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. പക്ഷെ ഞാൻ പറഞ്ഞത് ഖുർആൻ പറഞ്ഞേ ഇങ്ങനൊരു ഷെർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന്, അത് നമ്മൾ അംഗീകരിക്കുന്നു. ആ ഷെർ ഉണ്ടാവാം. പക്ഷെ നാട്ടിൽ കാണുന്നൊക്കെ ബാധാണോ? അള്ളാഹുല നമുക്കറിയില്ലേ. ബാധ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റില്ല. ബാധ തിരിച്ചറിയുന്ന എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പഠിപ്പിച്ചിട്ടില്ല. നമ്മളോട് ആകെ പറഞ്ഞിട്ടുള്ള എന്താ? പിന്നെ അള്ളാഹു പറഞ്ഞു ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്ന ഈമാനുള്ളവർക്ക് ഷെയ്ത്താൻ അവൻ്റെ മേൽ അധികാരമില്ല, സുൽത്താനിയത്തില്ല. വ ഇന്നമാ സുൽത്താനഹു, എന്നാൽ ഷെയ്ത്താൻ സുൽത്താനിയത്തുള്ളത് അലല്ലദീന വല്ലൗനഹു വല്ലദീനഹും ബിഹി മുശ്രിക്കൂൻ. ഷിർക്ക് ചെയ്യുന്നവൻ്റെയും മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞടക്കുന്നതിൻ്റെയും മേൽ ആർക്ക് അധികാരമുണ്ട്? ഷെയ്ത്താൻ അധികാരമുണ്ട്. അപ്പോൾ വിശ്വാസിക്കും തവക്കുലാക്കുന്നവനും ഷെയ്ത്താൻ അധികാരമില്ല. അതുകൊണ്ട് തന്നെ അവനക്ക് എന്തെങ്കിലും ഷെർ ഉണ്ടായാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ തീരാത്ത ഒരു ഷെയ്ത്താൻ്റെ ഷെർ അല്ലാഹു പഠിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അല്ലെങ്കിൽ സൂറത്തുൻ നാസ്, സൂറത്ത് ഇഖ്ലാസ്, ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ആമന റസൂൽ, ഇങ്ങനത്തെ സൂറത്തുകൾ ഓതി മന്ത്രിച്ചാൽ എന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞ ദിക്റും ദുആവും ചെയ്താൽ തീരാത്ത ഒരു പിശാച് ബാധ അള്ളാഹ് വെച്ചിട്ടില്ല. ഇനി വിസ്തക്കാർക്കാണ് അഭിപ്രായം ഉണ്ടോ? അള്ളാഹുടെ ദിക്റും ചൊല്ലിയിട്ട് കാര്യമില്ല കേട്ടാ, ദുആ ചെയ്തിട്ട് കാര്യമില്ല. അതിലും വലിയ പിശാച് ബാധ ഉണ്ട്. അത് ഒഴിപ്പിക്കാൻ വി ആർ റാക്കീസ് റെഡി. അതായിരിക്കും വിശുദ്ധത്തിൻ്റെ ഇത്. അതാണ് വിശുദ്ധത്തിന് കിട്ടേണ്ടത്. ഒരു നാസും പലക്കൊക്കെ ഓതിയ തീരുന്ന ബാധ, അങ്ങനത്തെ ബാധനെ ചെറുതാക്കണ്ട. എന്താണെന്ന് നോക്കി ഇവരുടെ അവസ്ഥ. അല്ല പറയാ നാസും പലക്കും ഇഖ്ലാസൊക്കെ ഓതിയാൽ നിനക്ക് ചെയ്താൻ ഒരു കുഴപ്പമുണ്ടാവൂല. ഇസ്തിആദത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് മേലെ അവനക്ക് അധികാരമില്ല. അവൻ തകർന്നു പോകും, അവൻ പരാജയപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ ചെറുതാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ നടക്കുന്നത്. നമ്മൾ ഇതിനെ നിഷേധിക്കുന്നില്ല. നേരെ മറിച്ച് മനുഷ്യൻ അങ്ങോട്ട് ജിന്നിൻ്റെ മേത്തേക്ക് ബാധയായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം മനുഷ്യനും അങ്ങോട്ട് ആക്സസ് ഉണ്ട്. ജിന്ന് ഇങ്ങോട്ട് കയറുന്നതിന് എങ്ങനെ മനുഷ്യനക്ക് അങ്ങോട്ട് ആക്സസ് ഉണ്ട് എന്ന് തെളിവാവുക? മനുഷ്യന് ഇതിൻ്റെ ഇത് മാത്രമല്ല. ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഗൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ആക്സസ് ഉള്ള ഒരു കാര്യം. അപ്പോൾ ഷഹാദ എന്ന് പറഞ്ഞാലോ മനുഷ്യന് ആക്സസ് ഉള്ള വേറൊരു കാര്യം. ഇങ്ങനെയാണ് ആലമു ഷഹാദ ആലമു ഗൈബ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവർ. അപ്പോൾ നിരീശ്വരവാദി നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ആക്സസ് ഉള്ള ഞങ്ങളും വിശ്വസിക്കുന്നു, ആക്സസ് ഉള്ളത് അവർ നിഷേധിക്കുന്നു. അങ്ങനെ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവും. ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. ഈമാനിൽ കൂടെ മാത്രമേ വിശ്വസിക്കാൻ പറ്റും. വിശ്വാസം അത് ജിന്ന് മലക്കുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിട്ടാ അല്ല മനസ്സിലാക്കിയിട്ടല്ല. അല്ല പറഞ്ഞു വിശ്വാസം ഈമാനാണത്. ഈമാൻ ഈ ഗൈബിയായ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ അനുഭവിച്ചറിയാൻ പറ്റില്ല. അല്ല പറഞ്ഞ് വിശ്വസിക്കണം. അപ്പോൾ ഇവർ പറയാം അങ്ങനെയല്ല, ആക്സസ് ഉണ്ട്, അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ഷഹാദയും ഗൈബും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും അനുഭവിച്ചറിയാൻ പറ്റിയ കാര്യം. വൈറസും ഫംഗസും ബാക്ടീരിയ ഒക്കെ എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് കണ്ടെത്താം. കുറച്ച് മെഷീൻസ് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ, എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ജിന്നിനും മലക്കിനൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇഷ്ടം അതിൻ്റെ നിർമ്മാണത്തിൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് ഇതിലൊരു കാര്യമില്ല. ഒരു കാര്യം ഇഷ്ടം സഹോദരങ്ങൾ പറയാനില്ല. അല്ല പറഞ്ഞൊരു കാര്യമുണ്ട്. കുലിദുല്ലദീന സഅംതു മിൻ ദൂനിഹി, പടച്ചോനക്ക് പുറമേ നിങ്ങൾ വിളിച്ച് തേടുന്നവർ. ലാ യംലികൂന കശ്ഫദ്ദുരി അൻകും ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീല. നിങ്ങളുടെ അവസ്ഥയിലൊരു മാറ്റം വരുത്തുകയോ നിങ്ങളുടെ സ്ഥിതിഗതിയിലൊരു മാറ്റം വരുത്തുകയോ നിങ്ങൾക്കൊരു ഉപദ്രവം തടുത്തു തരികയോ ചെയ്യില്ല. അങ്ങനെ ഒരു സംഭവം നടക്കില്ല. പടച്ചോന് പുറമെ നിങ്ങൾ വിളിച്ച് തേടുന്നവർ. ആരാ തേടുന്നവർ? ജിന്നുകളാണെന്ന് തഫ്സീറിൽ കാണാം. ജിന്നുകളെ വിളിച്ച് തേടുന്നവർക്കെതിരെ ഇറങ്ങിയ ആയത്താണ്. എന്ന് പറഞ്ഞാൽ കുലിദുല്ലദീന സഅംതു മിൻ ദൂനിഹി, പടച്ചോന് പുറമെ നിങ്ങൾ വിളിച്ച് തേടുന്ന ജിന്നുകൾ. ഫലാ യംലികൂന കശ്ഫദ്ദുരി അൻകും വലാ തഹ്വീല. നിങ്ങളെ സ്ഥിതിഗതിയിലൊരു മാറ്റം വരുത്താൻ പോകുന്നില്ല. നിങ്ങളൊരു ഷെറും നിങ്ങൾക്ക് തടുത്തരാൻ പോകുന്നില്ല. ഒരു ഉപകാരം അവരെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ സിസ്റ്റം പറയാം
അത് ദുആ ചെയ്താൽ മാറ്റൂല എന്നാണ്. ഇസ്തിആനത്ത് ചെയ്താൽ മാറ്റും. ഇങ്ങനെ പഠിക്കണോ? ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ദുആ ചെയ്താലും ഇസ്തിആനത്ത് ചെയ്താലും എന്ത് ചെയ്താലും അവർ മാറ്റിത്തരില്ല. അല്ലെങ്കിൽ ഒരു പറയട്ടെ, ദുആ ചെയ്താൽ പറ്റില്ല. അപ്പോൾ നമ്മൾ ദുആ ആയിട്ട് ചെയ്യുന്നത്, ജിന്നെ ഒരു ഗ്ലാസ് വെള്ളം തരൂ. അപ്പോൾ ജിന്ന് ദുആ ആയിട്ടാണോ? നടക്കൂല കേട്ടാ. അല്ല ഇസ്തിആനത്താണോ? എന്നാൽ നോക്കരുത്. ഇങ്ങനെ എന്താണ് ഇവരുടെ വിശ്വാസം? അതിന് ഞാൻ ആലോചിക്കുന്നത്. എന്ത് വിശ്വാസമാണ്? അളിഞ്ഞ് ചീഞ്ഞൊരു വിശ്വാസം കൊണ്ട് നടക്കുക, ജിന്നും ശൈത്താനും പറഞ്ഞിട്ട്. എന്നിട്ട് അത് വിമർശിക്കുന്ന ആൾക്കാരെ ഇല്ലാത്ത വാദം അവരെ മേത്ത് വെച്ച് കിട്ടുക. അവർ സിഹിറിനെ നിഷേധിക്കും, ജിന്നുവാദനെ നിഷേധിക്കും. ഒന്നിനെ നിഷേധിക്കണ്ട. നിങ്ങളുടെ ഈ ശിർക്കൻ വാദത്തിനെ ഖണ്ഡിക്കാൻ ഖുർആൻ പറഞ്ഞ ഒന്നിനെ നിഷേധിക്കണ്ട. ഖുർആൻ എടുത്താൽ മതി. ഖുർആൻ എടുത്താൽ നടക്കൂല. അല്ല പിന്നെ വിസ്തം തെളിയിക്കേണ്ട രണ്ട് കാര്യം. നമ്മൾ വിസ്തത്തിനോട് തെളിയിക്കാൻ പറ്റിയ കാര്യമൊന്നുമില്ല. പക്ഷേ വിസ്തത്തിൻ്റെ ഈ സാധാരണപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരാളെ മെസ്സേജ് കണ്ടിരുന്നു, ഈ നമ്മളെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഒരാളെ മെസ്സേജാണ്, എവിടെയെങ്കിലും സൂറത്ത് അന്നാമിൽ ജിന്നുകളോടുള്ള സഹായത്തായിട്ടും വസീലത്ത് ശരിക്കും തെളിവായിട്ട് ഫൈസൽ മുസ്ലിയാർ ഊതിയത് കാണിച്ചാൽ ഞാൻ ഉടനെ രാജിവെച്ച് കേരളമിൽ വരാന്നിട്ട് മെസ്സേജ് തന്നില്ല. അപ്പോൾ അത്രക്കുള്ളോ? ഫൈസൽ മുസ്ലിയാർ ശിർക്കായതിന് വേണോ ഒന്നു കിട്ടിയിട്ടുണ്ട്, ശിർക്കല്ലാത്തത് ഞാൻ 2 ഊതിയിട്ടുണ്ട്. വസീല അല്ല, ശിർക്കല്ലാത്തല്ല, വസീല ആയത് ഞാൻ ഒന്ന് ഊതിയിട്ടുണ്ട്. ആയത്ത് കൊടുത്തു, ഹദീസ് ചോദിച്ചപ്പോൾ ഹദീസ് കൊടുത്തു. എന്നിട്ട് വേറെ അത് കേട്ടിട്ടൊരു സാധു ചോദിക്കുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ തന്നെ ഈ പാവപ്പെട്ട ഈ വിഷ്ണു പ്രവർത്തകർ. അതുകൊണ്ട് വിഷ്ണു പ്രവർത്തകർ എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഈ വിഷ്ണത്തിൽ നിന്നോ, പക്ഷെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങളൊരു സഹായം തേടിയാൽ ജിന്നും മലക്കും നിങ്ങൾക്ക് സഹായം ചെയ്തു തരും. ഭൗതികമായ സഹായം, അവരെ കഴിവിൽപ്പെട്ട, സൃഷ്ടിയുടെ കഴിവിൽപ്പെട്ട സഹായം നിങ്ങൾ ചോദിച്ചാൽ ആലമുൽ ഗൈബിൽ നിന്ന് ആലമുൽ ഷഹാദയിലെ നിങ്ങളെ തേട്ടത്തിന് ഉത്തരമായിട്ട് അവർ തരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിക്കാതെ തരില്ല എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ മരിച്ചോ, അതാണ് നല്ലത്. അത്രയും ഞങ്ങൾ ഉദ്ദേശമുള്ളൂ. നിങ്ങൾ അത്തരം പിഴച്ച വിശ്വാസത്തിൽ മരിക്കരുതെന്ന് ഉദ്ദേശം. അത് ഞങ്ങൾ മരിക്കുന്നവരെയോ ഞങ്ങൾക്കിത് പറയാനുള്ള ആഫിയത്ത് നഷ്ടപ്പെടുന്നത് വരെയോ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളെ ബാധ്യതയാണ്. ഞങ്ങൾ ജീവിച്ച കാലത്ത്, ഞങ്ങൾ വളർന്ന കാലത്ത് ഞങ്ങൾക്ക് മുമ്പിൽ വിരിഞ്ഞ ശിർക്കാണിത്. ഇതിനെ എതിർത്തിട്ടല്ലാതെ ഞങ്ങൾ മരിക്കൂല. ഇതിനെ എതിർത്തിട്ട് ആ അന്ത്യശ്വാസം വരെ ഈ ശിർക്കിനെ എതിർത്തിട്ടല്ലാതെ ഞങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞവനും ഫിഫായ് ഷെയ്ഖിനെ വിളിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞവനൊക്കെ ഞങ്ങളുടെ ഉപ്പാപ്പാക്ക് മുമ്പ് ജനിച്ച് ഇവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങളോടൊപ്പം നിന്നവരാണ്. ജിന്നുകളോട്, ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നുകളോട് അവരെ കഴിവിൽപ്പെട്ട കാര്യം സഹായം തേടിയാൽ അവർക്കത് ചെയ്തു തരാൻ പറ്റുന്നു. ആ സഹായത്തേട്ടം ശിർക്കല്ല, വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞത് ഞങ്ങൾ ജീവിച്ച കാലത്ത് രൂപപ്പെട്ട ശിർക്കാണ് ഞങ്ങളുടെ മുന്നിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എതിർക്കണാണ്. ഇഷ്ടക്കാരെ, ഒരു ജിന്നും ഒരു മലക്കും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ തരില്ല, തരാൻ കഴിയില്ല. അവർ കേട്ടാലും തരില്ല. ഞാൻ അതും കൂടെ മനസ്സിലാക്കി. അവരിനി കേട്ടു, നിങ്ങളെ തൊട്ട ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ട്, എന്നാലും തരില്ല. കാരണം എന്താ? അവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം അള്ളാഹു അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഒരു കഴിവ് അവർക്കില്ല. എന്നാൽ ശൈത്താൻ്റെ മിത്രങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ. അതാണ് മറ്റൊന്ന്. ശൈത്താൻ്റെ മിത്രങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ചീത്ത കാര്യങ്ങൾക്ക് സഹായം കിട്ടുമല്ലോ എന്നൊക്കെ. അത് ശൈത്താൻ ഉദ്ദേശിക്കുമ്പോൾ ശൈത്താൻ്റെ മിത്രങ്ങൾക്ക് സഹായം കൊടുക്കും. അപ്പോൾ ശൈത്താൻ്റെ മിത്രങ്ങൾക്ക് സഹായം കിട്ടും എന്നതാണ് ഞങ്ങൾക്കും സഹായം കിട്ടും എന്നതിന് വിസ്തത്തിൻ്റെ തെളിവ്. അത് പറയണോ? അതെ, വിസ്തത്തിൻ്റെ ഒരു തെളിവെന്താ? വിസ്തമേ, നിങ്ങൾ ചോദിച്ചാൽ സഹായം ചെയ്തു തരാനുള്ള കഴിവ് ശൈത്താനുണ്ടോ, അല്ലെങ്കിൽ ജിന്നിനുണ്ടോ, മലക്കിനുണ്ടോ? കഴിയും. തെളിവെന്താ? ശൈത്താൻ്റെ മിത്രങ്ങളെ ശൈത്താൻ സഹായിക്കുന്നുണ്ട്. സ്വന്തത്തിനെ പറ്റിയിട്ട് പറയുന്നതാണ്. എന്നാൽ സത്യവിശ്വാസികളെ ശൈത്താൻ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തെളിവെടുക്കുന്നു. സത്യവിശ്വാസികളെ മലക്കുകൾ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മലക്ക് തേടിയിട്ടാണ് സഹായിക്കുന്നത്. മലക്കിന് തേടിയെ സഹായിക്കാൻ പറ്റുമോ? മലക്കിന് അങ്ങനെ അത് ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ? മലക്കിന് കൊടുത്ത ഡ്യൂട്ടി മലക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇഖ്തിയാറുണ്ടല്ലോ, ഈ സ്വതന്ത്ര ഇതുണ്ടല്ലോ, അത് ജിന്നിനും മനുഷ്യനും മാത്രമേ ഉള്ളൂ, മലക്കിനില്ലല്ലോ. മലക്ക് അള്ളാഹ് പറഞ്ഞിട്ട് അപ്പുറം പോവില്ലല്ലോ. അപ്പോൾ ജിന്നിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഒരു തെളിവിതാണ്. ജിന്നിനോട് സഹായം തരാൻ ശരിക്കല്ല, അതിന് സഹായം ചെയ്തു തരാൻ പറ്റും. തെളിവെന്താ? ശൈത്താൻ്റെ മിത്രങ്ങളെ ശൈത്താൻ സഹായിക്കും. ഇതാണ് അവരുടെ തെളിവ്. അപ്പോൾ ആ മിത്രമായിട്ട് മരിച്ചങ്ങോട്ട് പോകും. അതാണ് സംഭവിക്കാൻ പോണത്. സഹായമൊക്കെ കിട്ടി മിത്രമായിട്ട് അങ്ങോട്ട് മരിച്ചു പോകും. അത് പ്രത്യേകം മനസ്സിലാക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.